ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആരും തന്നെ ഇബ്രാഹിം ട്രോറയെയും അതുപോലെ ബുർക്കിന ഫാസോയെയും അറിഞ്ഞുകൂടാത്തവർ ഉണ്ടാവില്ല. ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ബുർക്കിന ഫാസോ എന്ന് പറയുന്നത്. അവിടുത്തെ ഭരണാധികാരിയാണ് ഇബ്രാഹിം ട്രോറ എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരികളിൽ ഒരാൾ. അദ്ദേഹം ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ട്രെൻഡായി നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ലോകമെമ്പാടും അദ്ദേഹത്തിന് ആരാധകരുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇബ്രാഹിം ട്രോറയെ വധിക്കുവാൻ വമ്പം പദ്ധതി ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് BBC ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് 2022 സെപ്റ്റംബർ മുതൽ 2022 ട്രോറയെ പുറത്താക്കിയ സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ പോൾ ഹെൻറിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ളതാണ് ബുർക്കിന ഫാസോയുടെ സുരക്ഷാ മന്ത്രി പറയുന്നത്. ആരാണ് ഈ പോൾ ഹെൻറി ഡാമിപ്പ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളതാണ്. ഈ 2022 സെപ്റ്റംബറിൽ ഒരു അട്ടിമറിയിലൂടെയാണ് ഇബ്രാഹിം ട്രോറെ ഈ ഭരണം ഏറ്റെടുക്കുന്നതെങ്കിൽ 2022 ആദ്യത്തെ അട്ടിമറി എന്ന് പറയുന്നത് ഈ പോൾ ഹെൻറി അധികാരം പിടിച്ചെടുത്തതായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഇബ്രാഹിം ട്രോറെ അവിടെയുള്ള സൈനിക ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം 2009 മുതൽ ബുർക്കിന ഫാസോയുടെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. പക്ഷേ സൈന്യത്തിൽ ചേർന്നത് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിൽ വളരെ കയറ്റം കിട്ടി ഉയർന്ന തലത്തിലേക്ക് പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനാകാനും മറ്റുമൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇബ്രാഹിം ട്രോറെ എന്ന് പറയുന്നത്. അങ്ങനെ 2022 ജനുവരിയിൽ ഒരു പോൾ ഹെൻറി ഒരു ഭരണ അട്ടിമറി നടത്തുകയാണ്. അതിൽ ഈ ഇബ്രാഹിം ട്രോറെ അദ്ദേഹത്തെ പിന്തുണച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ ജനുവരിയിൽ അട്ടിമറിയിലൂടെ പോൾ ഭരണം പിടിച്ചെടുത്തെങ്കിലും 8 മാസങ്ങൾക്ക് ശേഷം രാജ്യത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ട്രോറെ തന്നെ വീണ്ടും ഒരു അട്ടിമറിയിലൂടെ സെപ്റ്റംബറിൽ ബുർക്കിന ഫാസോയുടെ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ പോൾ ഹെൻറിയെ അതിനുശേഷം രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും മറ്റും ചെയ്തു. ആ പോൾ ഹെൻറിയാണ് ഇപ്പോൾ ഇബ്രാഹിം ട്രോറയെ വധിക്കുവാനുള്ള വമ്പം പദ്ധതി ഇട്ടുകൊണ്ട് അയൽരാജ്യമായ ഐവറി കോസ്റ്റിൽ നിന്ന് മില്യൺ കണക്കിന് ഡോളർ ധനസഹായം സ്വീകരിച്ചുകൊണ്ട് ഇബ്രാഹിം ട്രോറയെ വധിക്കാനുള്ള വൻ പദ്ധതി ഇട്ടത് എന്നാണ് ഈ ബുർക്കിന ഫാസോയുടെ സുരക്ഷാ മന്ത്രി ഇക്കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കേണൽ പോൾ ഹെൻറി ഡാമിപ്പക്ക് ഇബ്രാഹിം ട്രോറയുമായുള്ള വിരോധം ഒഴിഞ്ഞിട്ടില്ല എന്നു തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുമാത്രവുമല്ല, അയൽ രാജ്യമായ ഐവറി കോസ്റ്റ് പോലെയുള്ള ഈ അയൽ രാജ്യത്തെ പല രാഷ്ട്രങ്ങൾക്കും ഇദ്ദേഹത്തെ ഭരണ അട്ടിമറി നടത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവരാണ് ഇത്തരം പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നത്. ഈ രാജ്യത്തെ ഈ സുരക്ഷാ മന്ത്രി ആരോപിക്കുകയാണ്. പക്ഷേ ഐവറി കോസ്റ്റ് ഈ വിഷയത്തിൽ അവരാണ് ഗൂഢാലോചന നടത്തിയതെന്നും മറ്റുമൊക്കെ പറഞ്ഞിട്ടും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും അവർ നടത്തിയില്ല എന്നുള്ളതാണ്. ഈ പദ്ധതി അവസാന നിമിഷത്തിൽ രഹസ്യാന്വേഷണ സേവനങ്ങൾ ഈ ഓപ്പറേഷൻ തടയുകയും നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വിവരം. രാഷ്ട്രത്തലവനെ വധിക്കുകയും എന്നതിന് ശേഷം രാജ്യത്തെ പ്രധാന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആക്രമിക്കുകയും എന്നിട്ട് സിവിലിയന്മാരിൽ തന്നെ പ്രധാനപ്പെട്ടവരെയൊക്കെ വധിക്കുകയും ചെയ്യുന്ന ഒരു വമ്പൻ പ്ലാനാണ് അവിടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗം പൊളിച്ചത് എന്ന് സുരക്ഷാ മന്ത്രി അറിയിക്കുന്നു. ഇബ്രാഹിം ട്രോറെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം കുറഞ്ഞത് 2 തവണയെങ്കിലും ഇത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയാണെന്നും ഇദ്ദേഹം ഒരു രാജാവിനെ പോലെ പെരുമാറുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കുറഞ്ഞ ആളുകളിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വൻ ജനപിന്തുണയാണ് ബുർക്കിന ഫാസോയിൽ അദ്ദേഹം നേടിയെടുത്തത്. അദ്ദേഹം പട്ടാളത്തിൽ ഉള്ള സമയത്ത് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പട്ടാളക്കാരുടെ ഇഷ്ടം കൈപ്പറ്റുകയും അങ്ങനെയാണ് പിന്നീട് പട്ടാളക്കാരുടെ സമ്മതത്തോടു കൂടി ഇദ്ദേഹം ഒരു അട്ടിമറിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇദ്ദേഹം അധികാരത്തിലേറിയതിന് ശേഷം
രാജ്യത്തെ വൻ ജനപിന്തുണയുള്ള ഒരു നേതാവായി ഇദ്ദേഹം മാറുകയായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ചില നയങ്ങളാണ്. വലിയ നിലപാടുള്ള വ്യക്തിയാണ്, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എതിരാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ ആഫ്രിക്കയുള്ള നിലപാടിനെതിരെ വളരെ ശക്തമായി ഇദ്ദേഹം പറയുന്നു. ആഫ്രിക്കയുടെ വികസനത്തെ പറ്റിയും നിരവധി തവണ ഇദ്ദേഹം പല വീഡിയോകളിലൂടെയും പല പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് വലിയ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ഒന്നാകെ വലിയ ഫാനുള്ള ഒരു ഭരണാധികാരിയായി മാറി എന്നുള്ളതാണ്. അത്തരത്തിൽ പറഞ്ഞാൽ പോരാ, നമ്മുടെ കേരളത്തിൽ പോലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിന് ഫാൻ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ, പ്രത്യേകിച്ച് ഇദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആഫ്രിക്കൻ മണ്ണിലെ ധാതുക്കൾ കൊണ്ടുപോകുന്ന, കുഴിച്ചെടുത്ത് കൊണ്ടുപോകുന്ന, അവരുടെ ധനം അപഹരിക്കുന്ന പാശ്ചാത്യർക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ലോകമെമ്പാടും പാശ്ചാത്യരുടെ ഈ സ്വഭാവത്തെ അറിയാവുന്ന, ഇതിനെ എതിർക്കുന്ന ലോകത്തെ എല്ലാ ജനങ്ങളും ഈ ഇബ്രാഹിം ട്രോറയുടെ അവരെ പിന്തുണക്കുന്ന ഫാനായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ ശക്തമായി ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഏതായാലും ബുർക്കിന ഫാസോ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രോറയെ വധിക്കുവാനും ആ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനും മറ്റുമൊക്കെ പദ്ധതിയിട്ട മുൻ ഭരണാധികാരിയുടെ പദ്ധതിയെ അവിടുത്തെ സുരക്ഷാ വിഭാഗം പദ്ധതി പൊളിച്ചു എന്നുള്ള വാർത്ത BBC റിപ്പോർട്ട് ചെയ്യുകയാണ്. ആഫ്രിക്കയിലെ ഈ ബുർക്കിന ഫാസോയിൽ നമുക്കറിയാം 2.35 കോടി ജനങ്ങൾ, 3 കോടിയിൽ താഴെ ജനസംഖ്യ മാത്രമാണ് ഈ രാജ്യത്തുള്ളത്. അതിൽ തന്നെ 63.8% മുസ്ലിമീങ്ങളും 26.3% ക്രിസ്ത്യൻ വിഭാഗവുമാണ്. അതിൽ ക്രിസ്ത്യാനികളിൽ തന്നെ ഭൂരിഭാഗവും കത്തോലിക്ക വിഭാഗമാണ്. അതുപോലെ മറ്റു ചില അവാന്ത വിഭാഗങ്ങളും മതമില്ലാത്തവരുമൊക്കെയായി കുറച്ച് മറ്റുള്ളവരുമുണ്ട്. അതുപോലെ ഈ രാജ്യത്തിന് മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വലിയ മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങളാണ് ഈ ആഫ്രിക്കയിലുള്ളത്. ഈ ബുർക്കിന ഫാസോയിലെ ജനങ്ങൾ മുസ്ലിമീങ്ങളും അതുപോലെ ക്രിസ്ത്യാനികളും ഒക്കെ ആണെങ്കിലും അവരുടെ പരമ്പരാഗതമായ ചില ശൈലിയിലൂടെയാണ് ഏതു മതക്കാരായാലും അവിടെ ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ്. മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഈ ഒരു കുടുംബത്തിൽ തന്നെ ചിലർ മുസ്ലിമും ചിലർ ക്രിസ്ത്യനുമായിട്ടൊക്കെയുള്ള കുടുംബങ്ങൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ചില മത തീവ്രവാദികൾ അവിടെ തലപൊക്കിയതും അതോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദത്തിന് കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ഇബ്രാഹിം ട്രോറെ ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളെ കൂടി നേരിടുകയാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അത്തരത്തിലുള്ള ചില വെല്ലുവിളികളാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് മുന്നിലുള്ളത്. തീവ്രവാദ ഗ്രൂപ്പുകളെ നേരിടണം, അതുപോലെ ഇത്തരം അട്ടിമറികളെ സമയബന്ധിതമായി ചെറുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അതിശക്തനായ ഈ ഭരണാധികാരിയുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്ന് തന്നെ വേണം പറയാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.